പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി നീയില്ല എങ്കിലെന്നിലെ പ്രകാശമിൽ. Hello guys, hope you are doing good and great. Welcome or welcome back to my YouTube channel. Our YouTube channel, sorry. Okay, our YouTube channel. Our YouTube channel. അപ്പം അപ്പം നമ്മളിന്ന് എങ്ങനെയാ നമ്മളിന്ന് കക്കടംപൊയിലാണ് പോണത്. അല്ലേ? ഹണിമൂണാണോ? ഹണിമൂണല്ല, ജസ്റ്റ് സ്റ്റേക്കേഷൻ. ഞങ്ങളൊരു ഒറ്റ മൈൻഡ് സ്റ്റേക്കേഷൻ വെറുതെ. ഞങ്ങൾ അടുത്തേക്ക് പോവാച്ചിട്ട് പോവാണ്. എന്താ ബാക്കി കാര്യങ്ങൾ നമ്മൾ വഴിയെ പറഞ്ഞു തരാം. സോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ വേറൊരു സ്ഥലത്ത് പോയി വന്നപ്പോൾ വി തോട്ട് വിൽ ഗോ സംവെയർ. അങ്ങനെ പെട്ടെന്നുണ്ടായ ഒരു പ്ലാനിലാണ് കക്കാടംപൊയിൽ പോകാന്നുള്ള രീതിയിൽ ഞങ്ങൾ പെട്ടെന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ബാഗിലിട്ടിട്ട് ഇറങ്ങിയത്. ആക്ച്വലി നമ്മൾ പോണ സ്റ്റേക്ക് ഒരു എന്താ പറയുക, ചെക്ക് ഇൻ ടൈം വാസ് ലൈക്ക് 2 PM or 3 PM. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 3:30, 4 PM ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമാണിത്. നമുക്കപ്പോൾ ഒരു 1.5 hours ഡ്രൈവ് ആയിരുന്നു നമ്മളെ വീട്ടിൽ നിന്ന് കക്കാടംപൊയിലിൻ്റെ റിസോർട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ചോക്ലേറ്റ്സ് ഒക്കെ കൈ പിടിച്ചിട്ട് പോവാണ്. പിന്നെ നമ്മൾ പോണ റിസോർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് വെഡ്ഡിങ്ങിന് കുറേ ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ഉമ്മച്ചിൻ്റെ ഫ്രണ്ട്സിൻ്റെ വകയും എല്ലാത്തവരും കുറേ കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് 5 or 4 ഉമ്മച്ചിൻ്റെ ഫ്രണ്ട്സ് സ്പോൺസർ ചെയ്തതാണ് നമുക്ക് കക്കാടംപൊയിലുള്ള റിസോർട്ടും ട്രിപ്പും. പോണ വഴിക്ക് നമ്മളൊരു ബിസിനസ്മാനെ കണ്ടു. ഓന് ഉപ്പിലിട്ടതൊക്കെ വെക്കേണ്ടിയിരുന്നു. പിന്നെ കക്കാടംപൊയിൽ ആ ഒരു ടൗണിൻ്റെ ഭാഗത്ത് എത്തിയപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു. ബിക്കോസ് എന്തായാലും ലഞ്ചിൻ്റെ ടൈമല്ല. അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നണമെങ്കിൽ ഡിന്നറിനല്ലേ കിട്ടുള്ളൂ. സോ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ടൊരു സംഭവങ്ങളൊക്കെ കഴിച്ചിട്ട് പോയി. പക്ഷെ എനിക്കത് തീരെ ഇഷ്ടമായില്ല. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് നമുക്കൊരു ഓഫ് റോഡ് ടൈപ്പ് എന്തായിരുന്നു റോഡുകളായിരുന്നു. പിന്നെ ഇത് പുതിയ കാറായതുകൊണ്ട് നമുക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു ഇതൊക്കെ കയറി പോകുന്നത്. പക്ഷേ നമ്മൾ കയറ്റി, കാരണം ഈ കുറച്ച് റോഡ് അങ്ങോട്ട് പിന്നെ ജീപ്പിലാണ് പോലെ തോന്നുന്നത്. പക്ഷേ കുറച്ച് ദൂരമായിട്ട് നമ്മൾ ജീപ്പ് എടുത്തില്ല. അങ്ങനെ നമ്മളെ റിസോർട്ടിലെത്തി. റിസോർട്ടിൻ്റെ പേര് 3G Celesta അങ്ങനെ എന്തായിരുന്നു, 3G സെലസ്റ്റയോ അങ്ങനെ എന്തോ ഒരു പേര്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റിസോർട്ട്. ആക്ച്വലി അങ്ങോട്ട് വരുമ്പോൾ റിസോർട്ടിൻ്റെ പിക്ചേഴ്സൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മച്ചു പറഞ്ഞ റിസോർട്ട് ഉണ്ട്, ഇതാണ് ലൊക്കേഷൻ, ഇവിടേക്ക് പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. ഹലോ ഗായ്സ്, ഞാൻ പുതിയ ക്യാമറ അങ്ങനെ നമ്മളെവിടെ എത്തി. ഞാൻ ആ ഒരു ചുറ്റുഭാഗത്ത് ഇങ്ങനെ നോക്കി കാണുമായിരുന്നു. ആ ടൈം കൊണ്ട് ഷൈൻ പോയിട്ട് എന്താ പറയുക, അവിടെ ചെക്കിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ടാവില്ല, അഡ്രസ്സൊക്കെ എഴുതിയിട്ട് അതൊക്കെ പോയിട്ട് കംപ്ലീറ്റ് ആക്കി. എന്നിട്ടാണ് നമ്മളെ വണ്ടിയിൽ നിന്ന് ലഗേജ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ലഗേജ് എടുക്കാൻ പോകുമ്പോൾ ഇതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആൻഡ് യെസ്, നമ്മൾ രണ്ടാളും മാത്രമാണല്ലോ. അപ്പോൾ എന്തൊക്കെയോ വാരി വലിച്ചിട്ടിക്കായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇറങ്ങി പോകുന്നതും അല്ലേ വീട്ടിൽ നിന്ന്. അവരുടെ കയ്യിലാണെങ്കിൽ മറ്റേ അങ്ങാടിയൊക്കെ പോകണം വരെ കീസൊക്കെ കൊണ്ടാണ് രണ്ടും കൂടി വന്നിരിക്കുന്നത്. കാരണം ഞങ്ങൾ എറണാകുളത്ത് കാക്കാനെ ഡ്രോപ്പ് ആക്കി തിരിച്ചെത്തി. ഞങ്ങളെ ലഗേജ് ആണിത് ഗൈസ്. ഞങ്ങൾ ബംഗാക്കൂടെ സാധാരണ കൃഷി കുടുംബം. കൊള്ളാം, നല്ല നല്ല മാച്ച് ഉണ്ട് തനിക്കത്. ഈ വ്യൂവിനോട് എസ്തെറ്റിക്കിനോട് മർജാവുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ എറണാകുളത്ത് കാക്കാൻ ഇറക്കിയിട്ട് തിരിച്ച് 2-3 മണിക്കൂറിൻ്റെ ഡിഫറൻസിലാണ് ഞങ്ങൾ തിരിച്ചിങ്ങോട്ടുള്ളത് കയറുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ റിസോർട്ടിന് പറയുന്നത്. ഇതാണ് നമ്മളെ സ്റ്റേ. ആ ചോറ്റും മാത്രം കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുപോകണതാ. നിക്കാഹിന്റെ 2 ദിവസം മുമ്പ് തുടങ്ങി ഞാൻ ഈ ബാഗ് കൊണ്ട് നടക്കാൻ തുടങ്ങിയതാണ്. ഞാൻ എന്റെ വീട് പിടിച്ചിട്ടില്ല. മഞ്ഞക്കവർ നല്ല മോചാവുന്നുണ്ട്. ഇതൊക്കെയാണ് ബെന്റെ ആസ്തറ്റിക് ഗൈസ്. ഇതാണ് റൂം. ഇത് ഇല്ല അല്ലെങ്കിൽ ഞാൻ ശരി കേട്ടോ ഗൈസ്. ഇതാണ് റൂം. ഇപ്പം എൻ്റെ റൂമിൽ ഇതിനേക്കാളും രസമുള്ളൊരു കട്ടിലുണ്ട്. AC ഇല്ലല്ലോ. ഫാൻ ഏതാ? ഫാനുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്.
ഞങ്ങളെ ബാത്റൂമിൽ അങ്ങോട്ട് എങ്ങനെ പോവാ? അങ്ങോട്ട് നമ്മള് ഇതിനെ കൂട്ടാൻ പറ്റൂല കേട്ടോ. ഇതിലൊന്നും കിട്ടാത്ത നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ഒരാളെ ഇവിടെ കാര്യമായിട്ട് നടന്നു അവിടെ പോയി മുട്ടി ആണ് വീഡിയോയിൽ കിട്ടിയതും ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ബാൽക്കണി ഏരിയയിൽ ഇരുന്നിട്ട് ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കിട്ടും എന്നൊക്കെ പറയുമായിരുന്നു. ഷൈം പറഞ്ഞത് 9 ഔട്ട് ഓഫ് 10 ആണ്. സംഭവം അവിടെ ഒരു ഫാമിലി ഉണ്ട്. പരിപാടി ഇപ്പോൾ ഒരു പാട്ടും ബൈക്കാണ് ഇവിടെ. മറ്റേ പാട്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒരു പാടുന്നത് ഞങ്ങൾക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതാണത്. പിന്നെ ഓരോരോ എൻജോയ്മെൻ്റ് അല്ലേ. ആ ഒരു ബാൽക്കണിയിൽ ഇരുന്നിട്ടുള്ള വ്യൂവും അടിപൊളിയായിരുന്നു. ആൻഡ് അത് മാത്രമല്ല, അവിടുന്ന് നേരെ നോക്കിയാൽ മറ്റേ കുരിശുമല കാണാൻ പറ്റും. കക്കാടംപൊയിലുള്ള കുരിശുമലയില്ലേ, അത് നേരെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു. ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പൂളും ഉണ്ട് കേട്ടോ. ഈ റിസോർട്ടിൽ പൂളിൽ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഓൾറെഡി ആ ടൈമിൽ ഫാമിലീസ് ഉണ്ടായിരുന്നു. നമ്മൾ താഴത്തോട്ട് നോക്കുമ്പോൾ വലിയൊരു റിസോർട്ട്, ഒരുപാട് ഏരിയയിൽ പരന്ന് കിടക്കുന്ന ഒരു റിസോർട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ദിവസം ഇങ്ങനെ വരണം, ഫാമിലിയൊക്കെ ആയിട്ട് വരണം. പക്ഷേ അത് വൈഫായിട്ട് വരാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇറ്റ്സ് ഗുഡ്. നമുക്കിത് സ്പോൺസർ ചെയ്തത് ഉമ്മച്ചിയുടെ ഫ്രണ്ട്. പേരെന്തായിരുന്നു? പേരെന്തായിരുന്നു ആളുടെ? ഫ്രണ്ട്സാണ്. അപ്പോൾ ഒരാളെ പേര് മാത്രം പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. നൈസ്. അപ്പം എന്താ തന്നെ. അപ്പം അത്രയൊക്കെ തന്നെ. ഇവിടെ പൂള് ഒഴിയാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. പൂള് കഴിഞ്ഞിപ്പോൾ നമുക്ക് പോയി പൂളിലൊക്കെ ഒന്ന് നീന്തി പഠിക്കാം. നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഒരു 6:30 ആ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ രാത്രിയായി. രാത്രിയൊക്കെ ആയപ്പം അവിടെ 2 മെയിൻ ഫാമിലീസ് ആയിരുന്നു അന്ന് സ്റ്റേ ഒക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുമായിരുന്നു. അപ്പോൾ ആ പൂളൊക്കെ ഒന്ന് ഒഴിഞ്ഞു. അപ്പോൾ പൂളിൽ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം എല്ലാം ഞങ്ങൾ 2 പേരും കൂടെ ഒന്ന് ജസ്റ്റ് പൂളിലൊക്കെ ഇറങ്ങി തിരിച്ച് റൂമൊക്കെ ഫുഡ് എത്തിക്കണം റെഡി ആയെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വേഗം ഓടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വ്ളോഗേഴ്സിന് പറഞ്ഞു ഞാൻ ആരെന്ന് പറഞ്ഞത്. ഫ്ലെക്സി, റിംഗ് ഫ്ലെക്സി, നോട്ട് ഓൺലി ബോയ് ഫ്രണ്ട്, ക്യാമറാമാൻ, പിന്നെ ഡ്രൈവർ, ഡെലിവറി ബോയ്, അങ്ങനെ എല്ലാം. അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ഞാൻ ആക്ച്വലി പൂളിൽ തല നനച്ചിട്ടില്ല. പക്ഷെ അല്ലാണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചിട്ട് തല നനഞ്ഞിക്കണ്. പക്ഷേ എന്താ പറയുക, പക്ഷെ അതിൻ്റെ കൈ നല്ലോണം നീന്തി കളിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ അത് നല്ലോണം കൈയൊന്നായിട്ട് ചുളുങ്ങീന് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ ഓർഡർ കൊടുത്തത് ബ്രോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഡിന്നർ കോംപ്ലിമെൻ്ററി അല്ല. ഡിന്നർ വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യണം. അപ്പം നമുക്ക് ഇങ്ങനെ സ്പോൺസേർഡ് ആയതുകൊണ്ട് നമുക്ക് ഡിന്നർ പറഞ്ഞാൽ മതി. നമുക്ക് അതിന് പേ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡിന്നറിനോട് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിലെന്തെങ്കിലും എന്തൊക്കെയാണ് നമുക്ക് വേണ്ടതെന്ന് നമ്മൾ ഓർഡർ ചെയ്യുക. രാത്രി ആകുമ്പോഴത്തേന് സാധനം എത്തും. 3 മയോണൈസ് ഉണ്ട്. മയോണൈസ് ആണത്. സോറി, ഇത് മയോണൈസ് ആണ്. ദിസ് ഈസ് മയോണൈസ്. ഇത് പൊട്ടിക്കുമോ? ഇതൊന്ന് അൺബോക്സിങ് കാണിക്കാൻ വേണ്ടി നിർത്തിയിട്ട് എൻ്റെ കൈയാണെന്ന് വിറയ്ക്കുന്നു. എൻ്റെത്. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഒന്നാമത്തെ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് ട്രാവൽ ബാക്ക് ചെയ്ത് വന്നതാണല്ലോ. അപ്പം ഞാൻ നേരെ പോയി കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോസൊക്കെ എടുത്തത് ഷൈനാണ് കേട്ടോ. ഞാൻ നേരത്തെ കിടന്നിക്കണം. അപ്പോൾ ഓനക്കും അവൻ്റെ ടൈമാവാണ്ട് ഓനക്ക് അങ്ങോട്ട് ശരിക്കും ഉറക്കത്തെ വരില്ല. അപ്പോൾ ഞാൻ കിടന്നപ്പോഴും ഓൻ്റെ ഫോണിലും എൻ്റെ ഫോണിലൊക്കെ ആയിട്ട് ട്രൈപോഡ് ആക്ച്വലി എൻ്റെ ട്രൈപോഡ് വീട്ടിൽ പെട്ടെന്ന് തപ്പിയപ്പം കിട്ടിയില്ല. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ട്രൈപോഡ് ഒന്ന് ചെറുത് വാങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ അതിൽ വെച്ചിട്ട് എന്തൊക്കെയോ വീഡിയോസൊക്കെ എടുത്തിന്. അതാണിത്. പിന്നെ രാവിലെ ആയി, വെയിലായി, ചൂടായി. മെയിനായിട്ട് ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റായി. അതായത് മേ ബി ആ ഭാഗത്തൊക്കെ സൺറൈസ് കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ കുരിശുമലേൻ്റെ മേലെ കയറിയിരിക്കാനൊക്കെ നല്ല ടൈമിൽ രസമാണല്ലോ. പക്ഷേ ഞാൻ ഇച്ചിരി അധികം ലേറ്റായിപ്പോയി ഞാൻ എണീക്കാൻ. അപ്പോൾ പിന്നെ നേരെ ഞാൻ എണീറ്റിട്ട് പല്ലിച്ചിട്ട് ഞാൻ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത്. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നൂൽപുട്ട് അഥവാ ഇടിയപ്പം, മുട്ടക്കറി, അതിനൊരു സാധനം പുട്ട്,
പിന്നെ ബ്രെഡ്, ജാം, എഗ്ഗ്, ബോയിൽഡ് എഗ്ഗ്, പിന്നെ പുഴുങ്ങിയ പഴം, അതൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ വിചാരിച്ചു പതുക്കെ തിരിച്ചു പോകാനുള്ള ടൈം ആയി തുടങ്ങിയല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിരുന്നു. അപ്പോൾ ഒത്തിരി നല്ല വെയിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വെയിൽ ഇങ്ങനെ തുടങ്ങി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എന്തായാലും 12 മണിയായിരുന്നു ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത്. സ്റ്റേ നല്ല കൊള്ളാം, അടിപൊളിയാണ്. ക്യാമറ ഓണാക്കിയാൽ നാവക്കുള്ളിലേക്ക് പോകും. വ്ളോഗ് കാണുമെന്ന് അറിഞ്ഞാൽ അല്ലെങ്കിൽ കുഴപ്പമില്ല, വ്ളോഗ് കാണുമെന്ന് പറഞ്ഞാൽ പിന്നെ നാവൊന്നും വരില്ലത്ര. ഇതാണ് നമ്മൾ നിന്ന സ്റ്റേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ബാക്കിയൊക്കെ ഫാമിലീസിനൊക്കെ നിൽക്കാൻ ബാക്കി ഡോംസ് കാര്യങ്ങളാണ്. പക്ഷേ ഇത് ഇങ്ങനത്തെ ഒരു 2 എണ്ണം നല്ല രസത്തിൽ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. അവിടെ നമ്മൾ നിന്നത്. ന്യൂ ക്യാമറാമാൻ ഷാഹിനൊപ്പം പുതിയ ക്യാമറമാനെ നമ്മൾ ഹയർ ചെയ്തു. ക്യാമറമാൻ ഇങ്ങോട്ട് പൈസ തന്നിട്ടാണ് ഹയർ ആയത്. ഫാൻ ബോയ് ആയതുകൊണ്ട് മാത്രം. കൂടെ കൂട്ടോ ചോദിച്ചപ്പോൾ അതെ, പിന്നെ കയ്യും കാലും പിടിച്ചിട്ടാണ് കേട്ടോ, വേറൊന്നല്ല. അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്യോ തോന്നുന്നുണ്ടോ അല്ലേ? ഇതേ ആ താഴെ ആ കാണുന്ന, അയ്യോ സൂം ചെയ്യാൻ പറ്റില്ല ഗൈസ്, അവരുടെ പൊട്ട ഫോണാണ്. നല്ല ചൂടാണ് ഗൈസ്. ടേസ്റ്റ് ഉണ്ടോ? പച്ചവെള്ളത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മസ്റ്റ് ട്രൈ ആണോ? മസ്റ്റ് ട്രൈ ഐറ്റമാണ് ഗൈസ്. ഇറ്റ്സ് ഓക്കെ. ഈ ഭാഗത്തൊക്കെ ഈ വീഡിയോൻ്റെ റിയൽ വോയിസ് കൊടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഫാമിലീസ് ഇങ്ങനെ കരോക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാട്ട് പാടുകയാണ്. അപ്പോൾ ഓരോ പാട്ടിൻ്റെ കോപ്പിറൈറ്റ് എനിക്കായിരിക്കും പണി കിട്ടുക. അതുകൊണ്ടാണ് ഞാൻ അതിൽ പാഡ് ചെയ്യാത്ത കേട്ടോ. അപ്പുറത്തൊക്കെ 2 ഫാമിലി ഉണ്ടെങ്കിൽ 2 ഫാമിലി അനുസരിച്ച് പാട്ടാണ് അവിടെ. ആൻഡ് ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റേ. നമുക്കൊരു ബാൽക്കണി, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു റൂം അത് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമായിട്ടോ, നല്ലതായിരുന്നു. പിന്നെ അതിൻ്റെ അവിടെ നല്ല വലിയ മറ്റേ മൽബറിൻ്റെ മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്ത് തിന്നു. പഴുത്തതൊക്കെ ഓൾറെഡി ഇവിടെ വന്നവർ മറ്റവരൊക്കെ എല്ലാവരുമായിട്ട് തിന്നിക്കണേ. അതുകൊണ്ട് നമുക്കത്ര പഴുത്തത് കിട്ടിയില്ല. പക്ഷെ എനിക്ക് പച്ച മൽബറി ആണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്. കുറച്ച് പുളി ഉണ്ടെങ്കിലും ഞാൻ കഴിക്കും. ഷായിന് പക്ഷേ എന്താ പറയുക പഴുത്തതാണ് ഇഷ്ടം, നല്ല പഴുത്തത്. ആൻഡ് പിന്നെ അവിടെ കുറച്ച് ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഇങ്ങനത്തെ ഈ മഞ്ഞപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ വരം പോലത്തെ സാധനം കണ്ടോ, അത് ചാടി ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടിരുന്ന്. നമ്മളെ അങ്ങനെ കക്കാടംപോയിൽ എന്താ 3G എന്ന് പറഞ്ഞ റിസോർട്ടിലെ സ്റ്റേ ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ പോവുകയാണ്, നമുക്ക് സമയമില്ല. So guys, it's so nice. It is so nice. പിന്നെ എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ്. നല്ല വ്യൂ ഉണ്ട്, നല്ല ക്ലൈമറ്റാണ്. ഈ ചൂടുകാലത്താണെങ്കിലും നല്ല ക്ലൈമറ്റാണ് ഇവിടെ. രാവിലെയൊക്കെ നല്ല കോടയുണ്ടായി. അത്യാവശ്യം നല്ല കോട, നല്ല രീതിക്ക് അടുത്തുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നമ്മളെ ഇത് കുരിശുമല ഉണ്ട്, അവിടെ നല്ല വ്യൂ ആണ്. അപ്പോൾ അങ്ങോട്ട് രാവിലെ ഇവിടെ നിന്ന് ജീപ്പിന് നമുക്കൊരു ജീപ്പിന് അങ്ങനെ ട്രിപ്പൊക്കെ ഉണ്ട്, വേണമെങ്കിൽ എടുക്കാം. ഞാൻ എന്താ പോവാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു 6 മണിക്ക് പോകണം മിനിമം. 7-7:30 വരെ ഞാൻ ഒരാളെ വെയിറ്റ് ചെയ്ത് എണീച്ചില്ല. എണീക്കുന്ന എപ്പോഴാണ് ചോദിക്കുക? 8:30ക്കും മറ്റേ ഉച്ചയിൽ വെയിൽ ഉദിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? പിന്നെ പോയില്ല. കടമ്പോയിൽ കുരിശുമല ഞാൻ കണ്ടിട്ടില്ല, കാണാത്ത ആൾക്കാരല്ല. വിളിച്ചിട്ട് അങ്ങനെ തിരിഞ്ഞ് കിടന്നുറങ്ങി ഗൈസ്. ഞാൻ എന്ത് ചെയ്യാൻ? ഞങ്ങൾ എല്ലാവരും ഗ്ലോ അപ്പ് അല്ല, ഞങ്ങൾ ഗ്ലോ ഡൗൺ ആവുന്ന ആൾക്കാരും. അപ്പോൾ അതെ, ഇതിമഞ്ഞ് ഉണ്ടാകാൻ ബാക്കി ഒരു ചെളി പോലും ഇല്ല ഗൈസ്. ഓക്കെ, യെസ്, ചാർജ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. ഏയ് നമുക്ക്
എനിക്ക് പെരുന്നാളിന് പോകണം. ഉണ്ടാവും, ഉണ്ടാവേണ്ടതാണ്. പുതിയ വ്ളോഗർ ഇൻ ടൗൺ. എൻ്റെ അസിസ്റ്റൻ്റ് ആണ്, ഇന്റേൺ ആണ്. അതെ, ന്യൂ ജോയിൻ സ്ഥിരാക്കുന്നതാണ്. എന്തത്